4 വർഷം മുൻപ് നടന്ന തൂങ്ങിമരണത്തിൻ്റെ ഫോട്ടോകൾ പരിശോധിക്കുമ്പോൾ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരുടെ കണ്ണ് ഒരു കാഴ്ചയിലുടക്കി. കയർ കൊണ്ടുള്ള ഒരു കെട്ടിൻ്റെ കാഴ്ചയായിരുന്നു അത്. ആ കാഴ്ചയോടെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡിവൈഎസ്പി പ്രതാപൻ നായർ ഒപ്പമുള്ള ഉദ്യോഗസ്ഥരോട് ഒരു കാര്യം ഉറപ്പിച്ചു പറഞ്ഞു: ഇറ്റ്സ് എ ക്ലിയർ കേസ് ഓഫ് മർഡർ. അതെ, അതൊരു തൂങ്ങിമരണമല്ല, കൊലപാതകമായിരുന്നു. ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം ഇരുമ്പ് കുളത്തിൽ തൂക്കിയപ്പോൾ കെട്ടിനൊരു പ്രൊഫഷണൽ ടച്ച് ഉണ്ടായിരുന്നു. കയർ കൊണ്ട് മൃതദേഹം കെട്ടിയതിലെ പ്രത്യേകത കൊണ്ട് മാത്രം കേരളത്തിൽ തെളിഞ്ഞ കൊലക്കേസ്. ആദ്യം ലോക്കൽ പോലീസ് കൊലപാതകമെന്നും പിന്നീട് ആത്മഹത്യയെന്നും എഴുതി തള്ളിയ കേസാണ് ഒടുവിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ കൊലപാതകമെന്ന് തെളിഞ്ഞത്. അതും ആരും പ്രതീക്ഷിക്കാത്ത കൊലയാളി. 2019 പത്തനംതിട്ട മല്ലപ്പള്ളി കോട്ടങ്ങലിൽ തിരക്കഥകളെ വെല്ലുന്ന തരത്തിലെ കൊലപാതകം നടന്നത്. കോട്ടങ്ങൽ ചുങ്കപ്പാറ മാപ്പൂര് ടിഞ്ചു മൈക്കിൾ കൊല്ലപ്പെടുമ്പോൾ 26 വയസ്സായിരുന്നു ടിഞ്ചുവിന്. 2017 വിവാഹിതയായ ടിഞ്ചു ഭർത്താവിനെ ഉപേക്ഷിച്ച് കൊല്ലപ്പെടുന്നതിന് 6 മാസം മുൻപ് കാമുകനായ ടിജിൻ ജോസഫിനൊപ്പം താമസമാരംഭിച്ച വീട്ടിലായിരുന്നു അരുംകൊല. സംഭവ ദിവസം രാവിലെ 9:45 വൈകുന്നേരം 4:30 ഇടയിലുള്ള സമയത്ത് മരണം സംഭവിച്ചെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലെ FIR. കൊലയ്ക്ക് മുൻപ് അതിക്രൂരമായ ബലാത്സംഗത്തിന് ടിഞ്ചു വിധേയയായെന്നും പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായി. ശരീരത്തിലെ രഹസ്യഭാഗത്തുണ്ടായിരുന്ന ആഴത്തിലെ മുറിവുൾപ്പെടെ 53 പരിക്കുകളാണ് ദേഹമാസകലമുണ്ടായിരുന്നത്. ചെറുപ്പത്തിൽ തന്നെ പ്രണയത്തിലായിരുന്നവരാണ് ടിഞ്ചുവും ടിജിനും. പലവിധ എതിർപ്പുകൾ കാരണം ഇവർക്ക് വിവാഹിതരാകാൻ കഴിഞ്ഞില്ല എന്നത് മാത്രമല്ല, വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി ഇരുവരും വെവ്വേറെ വിവാഹ ജീവിതത്തിലേക്ക് പോവുകയും ചെയ്തു. എന്നാൽ മാനസികമായി അകലാൻ കഴിയാതായതോടെ ടിഞ്ചു ടിജിൻ്റെ വീട്ടിലേക്ക് ഇറങ്ങി വരികയായിരുന്നു. അതിനു മുൻപ് തന്നെ ടിജിൻ ഭാര്യയുമായി വേർപിരിയുകയും ചെയ്തു. ടിഞ്ചു, ടിജിൻ്റെ പിതാവ് ജോസഫ് എന്നിവരാണ് കൃത്യം നടന്ന വീട്ടിലെ താമസക്കാർ. വീടിന് മേൽക്കൂരയിലെ ഇരുമ്പ് കമ്പിയിലാണ് തൂങ്ങി മരിച്ച നിലയിൽ ടിഞ്ചുവിൻ്റെ മൃതദേഹം കണ്ടെത്തുന്നത്. സംഭവ ദിവസം രാവിലെ തന്നെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി എന്നായിരുന്നു ടിജിൻ്റെയും പിതാവ് ജോസഫിൻ്റെയും മൊഴി. ഈ മൊഴി പോലീസ് മുഖവിലയ്ക്കെടുത്തില്ല. ടിജിനെ കസ്റ്റഡിയിൽ വിശദമായി ചോദ്യം ചെയ്തു. പെരുമ്പട്ടി പോലീസാണ് തുടക്കത്തിൽ കേസ് അന്വേഷിച്ചത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ അതിക്രൂരമായാണ് ടിജിനെ കൈകാര്യം ചെയ്തത്. പീഡനം ഏറെ ഏൽക്കേണ്ടി വന്നെങ്കിലും ടിജിൻ കുറ്റമേറ്റേയില്ല. കൊലയിലേക്ക് ടിജിനെ കണക്ട് ചെയ്യാൻ കഴിയുന്ന തെളിവുകൾ പോലീസിന് ലഭിച്ചതുമില്ല. ഇതോടെ ടിജിൻ്റെ നിരന്തര മർദ്ദനത്തിൽ ടിഞ്ചുവിന് പരിക്കുകളേറ്റിരുന്നുവെന്നും ഒടുവിൽ യുവതി ആത്മഹത്യ ചെയ്തുവെന്നുമുള്ള കണ്ടെത്തലിലേക്ക് പോലീസ് എത്തിച്ചേർന്നു. പക്ഷേ ടിജിനും നാട്ടുകാരിൽ ചിലരും കേസ് വിട്ടുകളയാൻ തയ്യാറായിരുന്നില്ല. നിരന്തര പരിശ്രമത്തിനൊടുവിലാണ് കേസിലേക്ക് ക്രൈംബ്രാഞ്ച് എത്തുന്നത്. യുവതിയുടെ നഖത്തിനടിയിൽ നിന്ന് ലഭിച്ച DNA സാമ്പിളുകളും ശരീരത്തിലെ പാടുകളും ജനനേന്ദ്രിയ ഭാഗത്തു നിന്ന് ലഭിച്ച പുരുഷബീജത്തിൻ്റെ DNAയും മറ്റ് ചിലരുടെ സാമ്പിളുകളുമായി അന്വേഷണ സംഘം പരിശോധനയ്ക്ക് വിധേയമാക്കി. 8ഓളം പേരുടെ സാമ്പിളുകൾ പരിശോധിച്ചതിൽ ഈ വീടുമായി കാര്യമായ ബന്ധമില്ലാതിരുന്ന വ്യക്തിയുടെ DNAയുമായി ചേരുന്ന കാര്യം അന്വേഷണ സംഘം തിരിച്ചറിഞ്ഞു. ഏതൊരു കുറ്റകൃത്യത്തിനിടയിലും ആ കുറ്റം തെളിയാൻ ദൈവത്തിൻ്റെ വെള്ളയാളം ഉണ്ടാകുമെന്ന് പറയുന്നത് പോലെയായിരുന്നു ഈ കേസിൻ്റെ ഒരു ഘട്ടത്തിൽ പോലും ആരും സംശയിക്കാതിരുന്ന പ്രതിയിലേക്ക് അന്വേഷണ സംഘം അടുത്തുകൊണ്ടിരുന്നത്. ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സാധാരണക്കാരിയായ യുവതി ഒരിക്കലും കയറിൽ ഇത്തരത്തിലുള്ള ഒരു കുരുക്കിടാൻ സാധ്യതയില്ലെന്ന് തുടരന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. സാധാരണ ഇത്തരത്തിലുള്ള കുടുക്കുകൾ മരത്തടി കെട്ടുന്നവരാണ് ഇടുന്നതെന്നും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. തുടർന്ന് നടന്ന അന്വേഷണമാണ് പ്രതിയെന്ന് മുദ്രകുത്തപ്പെട്ട ടിജിനിൽ നിന്ന് യഥാർത്ഥ കുറ്റവാളിയിലേക്ക് ഉദ്യോഗസ്ഥരെ എത്തിച്ചത്. ക്രൈംബ്രാഞ്ചിൻ്റെ ചോദ്യം ചെയ്യലിൽ അയാൾ എല്ലാ കുറ്റവും ഏറ്റുപറഞ്ഞു. കൊലപാതകി ആരെന്ന് മാധ്യമങ്ങളിലൂടെ ജനമറിഞ്ഞു. ആ നാട്ടിലെ അറിയപ്പെടുന്ന മരക്കച്ചവടക്കാരൻ നസീർ. യുവതിയെ കെട്ടിത്തൂക്കാൻ നസീർ ടിഞ്ചുവിൻ്റെ കഴുത്തിലിട്ട കുരുക്ക് മരം മുറിക്കുന്നവരും തടി ലോറിയിൽ കെട്ടുന്നവരും ഉപയോഗിക്കുന്നതാണ്. കുടുക്ക് ഉണ്ടാക്കിയവർക്കല്ലാതെ ആർക്കും അത് പെട്ടെന്ന് അഴിക്കാനും സാധിക്കില്ല. ഫോട്ടോ കണ്ടപ്പോഴുള്ള ക്രൈംബ്രാഞ്ച് DYSPയുടെ നിഗമനത്തോടെ തന്നെ അന്വേഷണം തടിക്കച്ചവടക്കാർ, അവരുടെ ജോലിക്കാർ തുടങ്ങിയവരിലേക്ക് നീണ്ടിരുന്നു. അങ്ങനെയാണ് കേസിലെ യഥാർത്ഥ കുറ്റവാളിയും തടി വ്യാപാരിയുമായ നസീർ ചിത്രത്തിലേക്ക് വരുന്നത്. മുൻപ് പലപ്പോഴും മരം നോക്കാനും വാങ്ങാനും തടി വ്യാപാരിയായ നസീർ ടിഞ്ചു താമസിച്ചിരുന്ന വീട്ടിൽ എത്തിയിട്ടുണ്ട്. ടിഞ്ചുവിനോട് അടങ്ങാത്ത ലൈംഗിക താല്പര്യം ഉണ്ടായിരുന്നുവെന്നാണ് ചോദ്യം ചെയ്യലിൽ നസീർ വെളിപ്പെടുത്തിയത്. സംഭവ ദിവസം പതിവ് പോലെ ടിജിനും അച്ഛനും പുറത്തുപോയത് മനസ്സിലാക്കിയ നസീർ വെള്ളം ചോദിച്ചെത്തുകയും തുടർന്ന് ടിഞ്ചുവിനെ ആക്രമിക്കുകയും ചെയ്തു. ഓടാൻ ശ്രമിച്ച ടിഞ്ചുവിനെ പിന്തുടർന്ന നസീർ
വീട്ടിലെ കിടപ്പുമുറിയിൽ വെച്ച് ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു. ഇതിനിടയിൽ കട്ടിലിൽ തലയടിച്ച് ടിഞ്ചു അബോധാവസ്ഥയിലായി. ഈ സമയം ടിഞ്ചുവിനെ ക്രൂരമായി പീഡിപ്പിച്ച നസീർ തെളിവില്ലാതാക്കാനായി മുറിയുടെ മേൽക്കൂരയിലെ ഇരുമ്പ് ഹുക്കിൽ കെട്ടിത്തൂക്കി കൊലപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് ടിഞ്ചുവിൻ്റെ സംസ്കാര ചടങ്ങിലും എല്ലാവരെയും പോലെ നസീറും പങ്കെടുത്തു. ടിജിൻ്റെ തലയിലേക്ക് കുറ്റം കെട്ടിവെക്കപ്പെടുമെന്ന പ്രതീക്ഷയായിരുന്നു പിടിക്കപ്പെടും വരെ നസീറിൻ്റെ ആത്മവിശ്വാസം.